ക്രാഫ്റ്റുകളായ പോലും, മിസൈൽസ് ആയ പോലും, ബ്രഹ്മോസ് ആയാലും പോലും അതിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത് തെളിഞ്ഞാൽ ഒരു കാരണവശാലും ചൈന അത് കൊടുത്തുവിടാൻ പോകുന്നില്ല. ഇത് ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളുമായി കൂടി ആലോചിച്ച് ഇത് പ്രോസസ്സ് ചെയ്തേ പറ്റൂ. കാരണം നേരത്തെ കാണേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ 2023 ഇവർ 5 ക്രിട്ടിക്കൽ ധാതുക്കളുടെ എക്സ്പോഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. അന്നേ ഇത് മനസ്സിലാക്കി ഒരു പക്ഷേ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവസ്ഥ മാറി കിട്ടിയേനെ. തീർച്ചയായിട്ടും നമ്മുടെ EV അംബീഷൻ, നമ്മുടെ എന്താ ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ഒരു EV ആയി മാറുക എന്നുള്ള അംബീഷൻ എളുപ്പമാകില്ല എന്ന് 90% ഉറപ്പാണ്. ഇതുകൊണ്ടാണ് ട്രംപിന്റെ ഈ പറയുന്ന ഈ ഒരു ചൈനയെ വരുതിയിലാക്കാൻ വേണ്ടി വ്യാപാര കരാർ ഉപയോഗിക്കുന്നത്. കാരണം 2023 അതിനെ അവസാനിപ്പിച്ചു. അന്ന് മുതൽ അമേരിക്കനെ ഹേർട്ട് ചെയ്യാണ്. എന്തെങ്കിലും വിധത്തിൽ ചൈനയെ കൊണ്ട് ഒരു ചെറിയൊരു കൺസെഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഇപ്പം നമ്മൾ ആലോചിക്കണം, ഇതൊരു മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ആരാണ്? ചൈന എടുത്തിരിക്കുന്നു. ചൈന പറഞ്ഞു ഞങ്ങൾക്ക് IT അയക്കില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞു ചിപ്സ്, അതായത് ഹൈ എൻഡ് പ്രോസസ്സിങ് ചിപ്സുകൾ നിങ്ങൾക്ക് തരില്ല, ടെക്നോളജിക്കലി നിങ്ങൾ തകർക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ ഇതൊന്നും ചൈനയെ നമുക്ക് തകർക്കാൻ സാധിക്കില്ല. കാരണം അവർ വർഷങ്ങളായി ശ്രമിച്ച് അവർ സോഴ്സ് ലോകത്തിലെ എല്ലാത്തിൻ്റെയും റിവേഴ്സ് എഞ്ചിനീയറിംഗ് കൂടെ അവരുണ്ടാക്കിയിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും മാതൃക. ചൈനയെ തകർക്കാൻ വളരെ വളരെ അസാധ്യമാണ്. ചൈനയെ തകർക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവരുടെ ഇമ്പോർട്ട്, അവരുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ കുറയ്ക്കുക. അതാണ് ട്രംപ് ചെയ്യുന്നത്. കാരണം അവരെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നാണ് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുകളിൽ നികുതി ചുമത്തി അവരെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. പക്ഷെ ശ്രമിച്ചു എന്ന് കിട്ടുക അസാധ്യമാണ്. കാരണം ദീസ് വേർ ഹാപ്പനിങ്. അവരുടെ ക്രിട്ടിക്കലായിട്ടുള്ള ട്രംപ് കാർഡ് അവരുടെ കയ്യിലിരിക്കുകയാണ്. ഇന്ത്യനെ വളരെ മോശം എഫക്ട് ചെയ്യും. കാരണം ഇന്ത്യയുടെ EV ഇൻഡസ്ട്രി, ഓട്ടോ ഇൻഡസ്ട്രി ഇപ്പം എൻ്റെ അറിവിലിപ്പോൾ ഏകദേശം 60 ദിവസത്തേക്കുള്ള ഈ പറയുന്ന റെയർ മിനറൽസ് മാത്രമേ ഇന്ത്യയിലെ മാനുഫാക്ചേഴ്സിന്റെ കയ്യിലുള്ളൂ. അവർ പലരും അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അപേക്ഷയെ പറ്റി ചൈന, നമുക്കറിയാം ചൈന അങ്ങനെ പെട്ടെന്ന് പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു മിനിസ്റ്റർ സെൻഡ് ചെയ്യാൻ പോവുകയാണ് ചൈനയിലേക്ക് ടു ടോക്ക് അബൌട്ട് ദിസ്. ഈ ഒരു എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് ഇന്ത്യക്ക് കുറച്ച് ധാതുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ മാനുഫാക്ചറിങ് സംഭവം അറ്റ്ലീസ്റ്റ് മുന്നോട്ട് പോകും. ഇതൊരു വളരെ ക്രൈസിസ് ആണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇത് ചൈന വർഷങ്ങളായി പ്ലാൻ ചെയ്ത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പടി എന്ന് ഒരു പക്ഷെ പറയാൻ സാധിക്കും ഈ പറയുന്ന മിനറൽസിന്റെ കൈവശം വെച്ചിരിക്കുന്നവരെല്ലാത്തിൻ്റെയും. ഇതൊക്കെ വർഷങ്ങളുള്ള പ്ലാനിങ് ആണ് അവരുടെ.